കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ് ആണ് പഠിച്ചത്. ഇനി അടുത്ത ടോപ്പിക്ക് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് എന്താണ് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പഠിക്കുന്നതിന് മുമ്പ് ആദ്യം ഹോമോജീനിയസ് ഫംഗ്ഷൻ എന്താണെന്ന് പഠിക്കണം. A function p of x comma y is called a homogeneous function of degree n if the following relationship is valid for all values of lambda greater than 0. ആ റിലേഷൻഷിപ്പ് ഇതാണ്: p of lambda x comma lambda y is equal to lambda raised to n p of x comma y. ഇതൊരു എക്സാമ്പിൾ എടുത്ത് എഴുതുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. സപ്പോസ് ഒരു ഫംഗ്ഷൻ എടുക്കുകയാണ് ഞാൻ, ദാറ്റ് ഈസ് p of x comma y is equal to xy minus y square. ഇതാണ് p of x comma y എന്ന് വിചാരിക്കുക. ഇനി ഞാൻ എന്ത് ചെയ്യാണ്? p of lambda x comma lambda y എടുക്കുകയാണ്. സോ ഐ ഗെറ്റ് x ന് പകരം എന്ത് ഉപയോഗിക്കുക? lambda x, y ക്ക് പകരം lambda y മൈനസ് lambda y the whole square. ഇതിന് എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഐ ക്യാൻ റൈറ്റ്, എനിക്ക് ഇതിൽ നിന്നും ലാംഡ സ്ക്വയർ ഉള്ളിൽ എടുക്കാൻ പറ്റും. സോ ഐ ക്യാൻ ടേക്ക് ഔട്ട് ലാംഡ സ്ക്വയർ ആൻഡ് റൈറ്റ് എക്സ് വൈ മൈനസ് വൈ സ്ക്വയർ. ഈ ഇക്വേഷൻ ആണ്, ഈ പി ലാംഡ എക്സ് കൊമ ലാംഡ വൈ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ ഐ ക്യാൻ സേ എക്സ് വൈ മൈനസ് വൈ സ്ക്വയർ is a homogeneous function of degree 2. വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഇവിടെ എനിക്ക് എന്ത് കിട്ടും? ലാംഡ എക്സ് ദ ഹോൾ സ്ക്വയർ മൈനസ് ലാംഡ വൈ ദ ഹോൾ സ്ക്വയർ എന്ന് മാറ്റി എഴുതാൻ പറ്റും. എഗെയിൻ ഐ ക്യാൻ ടേക്ക് ഔട്ട് ലാംഡ സ്ക്വയർ ആൻഡ് റൈറ്റ് എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. അപ്പോൾ ഇതെന്താണ്? ഇവിടെ സ്ക്വയർ വന്നു. അപ്പോൾ ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഹോമോജീനിയസ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ ഹോമോജീനിയസ് ആണോ അല്ലയോ എന്നറിയുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. ടേക്ക് അനദർ എക്സാമ്പിൾ, എക്സ് മൈനസ് വൈ സ്ക്വയർ. ഇതൊരു ഹോമോജീനിയസ് ആണോ എന്ന് നോക്കാം. ഇതിന് എന്ത് ചെയ്യണം? നമ്മൾ ലാംഡ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഐ ഗെറ്റ് ലാംഡ എക്സ് മൈനസ് ലാംഡ വൈ ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് ലാംഡ വെളിയിലെടുത്ത് എഴുതാൻ പറ്റത്തില്ല, കാരണം ഇവിടെ ഒരു ലാംഡയും ഇവിടെ ലാംഡ സ്ക്വയറും ആണ്. അപ്പൊ ഇതെന്തല്ല? ഇതൊരു ഹോമോജീനിയസ് ഇക്വേഷൻ അല്ല. ഇതൊരു ഹോമോജീനിയസ് ഇക്വേഷൻ അല്ല. അടുത്തൊരു എക്സാമ്പിൾ, സപ്പോസ് പി ഓഫ് എക്സ് കോമ വൈ ഇസ് ഇക്വൽ ടു എക്സ് വൈ മൈനസ് വൈ ക്യൂബ്. നമ്മൾ എന്ത് ചെയ്യണം? പി ഓഫ് ലാംഡ എക്സ് കോമ ലാംഡ വൈ എടുക്കണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ലാംഡ എക്സ് കോമ ലാംഡ വൈ എടുക്കുകയാണെങ്കിൽ ഐ ഗെറ്റ് ലാംഡ എക്സ് ഇൻറ്റു ലാംഡ വൈ മൈനസ് ലാംഡ വൈ ദ ഹോൾ ക്യൂബ്. ഇവിടെയും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എനിക്ക് ഇക്വേഷനെ ലാംഡ റൈസ് ടു സം ഫാക്ടർ ഇൻറ്റു എക്സ് വൈ മൈനസ് വൈ ക്യൂബ് എന്ന് എഴുതാൻ പറ്റില്ല. അതായത് ലാംഡ റൈസ് ടു ഒരു ഏതെങ്കിലും ഒരു ഡിഗ്രി ഉപയോഗിച്ചിട്ട് എനിക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഇക്വേഷൻ എന്തല്ല? ഇതും ഒരു ഹോമോജീനിയസ് ഇക്വേഷൻ അല്ല. ഇനി അടുത്തത്, ഒരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ അത് ഹോമോജീനിയസ് ആണോ അല്ലയോ എന്ന് പെട്ടെന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം. സപ്പോസ് ഒരു ഫംഗ്ഷൻ തരികയാണ്, ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് കോമ വൈ ഇസ് ഇക്വൽ ടു, നമ്മൾ എടുത്ത എക്സാമ്പിൾ തന്നെ എടുക്കാം, എക്സ് വൈ മൈനസ് വൈ സ്ക്വയർ. ഇപ്പൊ ഇവിടെ നോക്കാം, വൈ സ്ക്വയർ ഇതിന്റെ ഡിഗ്രി 2ആണ്, ഇതിന്റെ പവർ 2ആണ്. എക്സ് വൈ എടുക്കുക, എക്സ് വൈന്റെ എക്സിന്റെ പവർ 1, വൈന്റെ പവർ 1 ആണ്. അപ്പൊ ഇതിന്റെ ടോട്ടൽ, ഈ ഒരു ടേമിന്റെ ടോട്ടൽ ഡിഗ്രി എന്ന് പറഞ്ഞാൽ 2ആണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷനകത്തുള്ള എല്ലാ ടേംസിന്റെയും ഡിഗ്രി 2 ആയതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്തായിരിക്കും? ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഹോമോജീനിയസ് ഫംഗ്ഷൻ ആയിരിക്കും. ഇനി വേറൊരു എക്സാമ്പിൾ എടുക്കാം, ലൈക്ക് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. ഇപ്പൊ ഇവിടെയും 2 ടൈമേ ഉള്ളൂ. എക്സ് സ്ക്വയർ എന്ന ടേമിന്റെ ഡിഗ്രി 2, വൈ സ്ക്വയർ എന്ന ടേമിന്റെ ഡിഗ്രി 2. അതുകൊണ്ട് ഇതെന്താണ്? ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഹോമോജീനിയസ് ഇക്വേഷൻ ആണ്. വേറെ എക്സാമ്പിൾ എടുക്കാം, y square plus x square plus 2xy. ഈ ഇക്വേഷൻ എടുത്താൽ നമുക്ക് കാണാം, വൈൻ്റെ ഡിഗ്രി 2ആണ്, എക്സിന്റെ ഡിഗ്രിയും 2ആണ്. ഇവിടെ പ്ലസ് 2xy ഉണ്ട്. ഇവിടെ എക്സിന്റെ ഡിഗ്രി 1, വൈൻ്റെ ഡിഗ്രി 1. സോ ടോട്ടൽ, ഈ ടൈമിന്റെ ടോട്ടൽ ഡിഗ്രി 2 ആണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന എല്ലാത്തിന്റെയും ടോട്ടൽ ഡിഗ്രി 2 ആണ്. അതുകൊണ്ട് എന്താണ്? ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഹോമോജീനിയസ് ഫംഗ്ഷൻ ആണ്.
അപ്പോൾ നമുക്ക് ലാംഡ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് തന്നെ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഒരു ഹോമോജീനിയസ് ഫംഗ്ഷൻ ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്തത് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഒരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് ഒന്നിൽ കൂടുതൽ രീതിയിൽ അതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇതാണ് ആദ്യത്തെ ഡെഫിനിഷൻ, ഇത് രണ്ടാമത്തത്. ഈ രണ്ട് ഡെഫിനിഷനിലും തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ ഞാൻ dy/dx = fx, y upon gx, y എന്നെടുത്തിരിക്കുന്നു. ഇവിടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഞാൻ രണ്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. whereas in this case ഇവിടെ ഞാൻ dy/dx = dy/dx is equal to phi of x, y. ഇവിടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒക്കെ കമ്പൈൻ ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ആ ഒരു വ്യത്യാസം മാത്രമേ ഈ രണ്ട് ഡെഫിനിഷൻ തമ്മിലുള്ളൂ. പക്ഷെ എങ്കിലും നമുക്ക് ഇതിൽ രണ്ടിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ വെച്ച് അറിയാനുണ്ട്. വായിച്ചു നോക്കാം. A first order differential equation dy/dx is equal to f of x, y upon g of x, y is called a homogeneous differential equation if the function f of x, y and g of x, y are homogeneous function of same degrees. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ, ഈ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ അതൊരു ഹോമോജീനിയസ് ആകണമെങ്കിൽ എഫ് ഓഫ് എക്സ്, വൈയും ജി ഓഫ് എക്സ്, വൈയും ഒരു ഹോമോജീനിയസ് ഫംഗ്ഷൻ ആകുകയും അതിന്റെ രണ്ടിന്റെയും ഡിഗ്രി സെയിം ആകുകയാണ് എങ്കിൽ മാത്രമേ ഈ കംപ്ലീറ്റ് ഫംഗ്ഷൻ ഒരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. നമുക്ക് രണ്ടാമത്തെ ഡെഫിനിഷൻ നോക്കാം. A first order differential equation dy/dx is equal to phi of x, y is called a homogeneous equation if the right hand side satisfies the condition phi of lambda x, lambda y is equal to phi of x, y. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ ഇതൊരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആകണമെങ്കിൽ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് ഈ കംപ്ലീറ്റ് ഇക്വേഷന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് ഈ ടേം ആണ്. ഇത് എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? ഈ തന്നിരിക്കുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ഈ കണ്ടീഷൻ phi of lambda x, lambda y is equal to phi of x, y എന്ന് വെച്ചാൽ ആ ഫംഗ്ഷനകത്ത് ഞാൻ ലാംഡ കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്താലും എനിക്ക് എന്ത് കിട്ടും? സെയിം ഫംഗ്ഷൻ കിട്ടും. അതാണ് നമ്മൾ ആദ്യത്തെ പോയിന്റ് മനസ്സിലാക്കേണ്ടത്. ആദ്യത്തെ പോയിന്റ് എന്താണ്? ഈ ഫംഗ്ഷനിലേക്ക് നമ്മൾ ലാംഡ കൊടുത്താലും ലാംഡ കൊടുത്തില്ലെങ്കിലും എന്ത് കിട്ടും? സെയിം ഫംഗ്ഷൻ തന്നെ ആയിരിക്കും വരുന്നത്. രണ്ടാമത് നോക്കുമ്പോൾ phi of lambda x, lambda y is equal to, എനിക്ക് വേണമെങ്കിൽ ഇവിടെ lambda raised to 0 phi of x, y എന്ന് എഴുതിക്കൂടെ? അങ്ങനെ എഴുതുകയാണെങ്കിൽ ഇതിന്റെ മീനിങ് എന്താണ്? ഇറ്റ് മീൻസ് ദാറ്റ് phi of x, y എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ ഇതെന്താണ്? ഒരു 0 ഡിഗ്രി ഹോമോജീനിയസ് ഇക്വേഷൻ ആണ് എന്നാണ് എന്റെ അർത്ഥം. അങ്ങനെ നോക്കുമ്പോൾ ഒരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന ഹോമോജീനിയസ് ഫംഗ്ഷന്റെ ഡിഗ്രി എത്ര ആയിരിക്കണം? ഡിഗ്രി 0 ആയിരിക്കണം. സപ്പോസ് ഒരു ചോദ്യം ചോദിക്കുകയാണ്, dy/dx is equal to phi of x, y is a homogeneous differential equation. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഡിഗ്രി ഓഫ് phi of x, y? അങ്ങനെയാണെങ്കിൽ phi of x, y എന്ന് പറയുന്ന ഹോമോജീനിയസ് ഫംഗ്ഷന്റെ ഡിഗ്രി എത്ര ആയിരിക്കും? ആൻസർ എത്രയാണ്? ആൻസർ ഷുഡ് ബി 0. ഇറ്റ് ഷുഡ് ബി 0 ഡിഗ്രി. അപ്പൊ ഞാൻ പറഞ്ഞു dy/dx is equal to phi of x, y. ഈ കംപ്ലീറ്റ് ടേമിന്റെയും ഡിഗ്രി എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി ഈ ഇക്വേഷനിലേക്ക് പോവാം. ഞാൻ പറഞ്ഞു ഈ തന്നിരിക്കുന്ന ഡെഫിനിഷനും ഈ ഡെഫിനിഷനും ദാറ്റ് ഈസ് ഫംഗ്ഷൻ f of x, y divided by g of x, y ഈ phi of x, y രണ്ടും സെയിം ആണ്. ഇവിടെ ഞാൻ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ എന്ന് എഴുതിയിരിക്കുന്നു. ഇവിടെ ഞാൻ രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് phi of x, y എന്ന് വിളിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഈ കംപ്ലീറ്റ് ടൈം ഇതിന് ഡിഗ്രി എത്ര ആയിരിക്കണം? 0 ആയിരിക്കണ്ടേ? കാരണം phi of x, y ന്റെ ഡിഗ്രി 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ടോട്ടൽ ഡിഗ്രിയും 0 ആയിരിക്കണം. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. f of x, y upon g of x, y. ഇതൊരു ഹോമോജീനിയസ് ഫംഗ്ഷൻ ആണെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ദാറ്റ് ഈസ് f lambda x, lambda y divided by g of lambda x, lambda y. ഇതെന്താണ്? ഈ ടേം എന്തിന് ഈക്വൽ ആണ്? ഇതൊരു lambda raised to n. സപ്പോസ് f of x, y ഒരു
nth ഡിഗ്രി ഹോമോജീനിയസ് ഫംഗ്ഷൻ ആണെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം? ലാംഡ റൈസ് ടു n f of x, y എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ ഈ ഫംഗ്ഷൻ എങ്ങനെ എഴുതാം? ലാംഡ റൈസ് ടു n g of x, y എന്ന് എഴുതാം. അപ്പൊ ഈ രണ്ട് ടേമും എന്താവും? ക്യാൻസൽ ആയി പോകും. ലാംഡ റൈസ് ടു n ഡിവൈഡ് ബൈ ലാംഡ റൈസ് ടു n. ഇപ്പൊ എന്ത് വരും? ലാംഡ റൈസ് ടു n മൈനസ് n. എന്ത് കിട്ടും? we get lambda raised to n minus n. ഇത് എത്രയാണ്? lambda raised to 0. ഇപ്പൊ എങ്ങനെ എഴുതാൻ പറ്റും? can write lambda raised to 0 എന്ന് എഴുതാൻ പറ്റും. അങ്ങനെ നോക്കുമ്പോൾ ഈ ടോട്ടൽ ഫംഗ്ഷൻ ദാറ്റ് ഈസ് ഇത്രയും ഫംഗ്ഷൻ, ഇതിന് ഒരു ഫംഗ്ഷനിൽ കൺസിഡർ ചെയ്താൽ അതിന്റെ ഡിഗ്രി എത്രയാണ്? അതൊരു 0th ഡിഗ്രി ഹോമോജീനിയസ് ഫംഗ്ഷൻ ആണ്. അപ്പൊ അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ അത് dy by dx is equal to phi of x, y എന്ന് എഴുതുകയാണെങ്കിൽ അതൊരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഫംഗ്ഷൻ ആണ് എങ്കിൽ phi of x, y അല്ലെങ്കിൽ അതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന ഫംഗ്ഷന്റെ ഡിഗ്രി എത്ര ആയിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് മൂന്നാമത്തെ ഒരു ഡെഫിനിഷൻ ആണ്. ദ ഫംഗ്ഷൻ p of x, y dx plus q of x, y dy is equal to 0 is said to be a homogeneous differential equation if the functions p and q are homogeneous function of same degree. അതായത് തന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു ഫോർമാറ്റിലാണ് നമ്മുടെ ഇക്വേഷൻ, നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ ഈ p of x, y എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷന്റെ ഡിഗ്രിയും q of x, y എന്ന് പറയുന്ന ഇതിന്റെ രണ്ടിന്റെ ഡിഗ്രി, ഇത് രണ്ടും ഹോമോജീനിയസ് ഫംഗ്ഷൻ ആയിരിക്കും വേണം. ഇതിന്റെ രണ്ടിന്റെയും ഡിഗ്രി, ഇതിന്റെ രണ്ടിന്റെ ഡിഗ്രി സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ തന്നിരിക്കുന്ന ടോട്ടൽ ഇക്വേഷൻ ഒരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് പറയാൻ പറ്റും. ചിലപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ നോട്ട്ബുക്കിൽ ഈ ഒരു ഇക്വേഷന് പകരം കൊടുത്തിരിക്കുന്നത് ഈ ഇക്വേഷൻ ആയിരിക്കും. m dx plus n dy is equal to 0 where m and n they both have to be a homogeneous function with same degrees. ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇതിനിപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്ത് കാണിച്ചാൽ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും. x square dy plus y square dx is equal to 0. ഇപ്പോൾ നോക്കാം, ഡിവൈൻ്റെ കൂടെ വരുന്ന ടേംസ് അതാണ് എക്സ് സ്ക്വയർ, ഇതിന്റെ ഡിഗ്രി എത്രയാണ്? 2 ആണ്. dxന്റെ കൂടെ വരുന്ന ടേംസ് y സ്ക്വയർ, ഇതിന്റെ ഡിഗ്രി എത്രയാണ്? 2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് എന്താണ്? ഇതൊരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഒരു എക്സാമ്പിൾ എടുക്കാം. x square plus xy dx plus y square plus s square dy is equal to 0. സോ ഇതൊരു ഹോമോജീനിയസ് ഫംഗ്ഷൻ ആണ്, ഇതിന്റെ ഡിഗ്രി 2 ആണ്. ഇത് നോക്കാം, y square plus s square ഇതൊരു ഹോമോജീനിയസ് ഫംഗ്ഷൻ ആണ്, കാരണം ഇതിന്റെ ഡിഗ്രിയും 2 ആണ്, ഈ ടേമിന്റെ ഡിഗ്രി 2 ആണ്. സോ ടോട്ടൽ ഇതിന്റെ ഡിഗ്രി 2 ആണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷനും ഇത് രണ്ടിനും സെയിം ഡിഗ്രിയാണ്. അതുകൊണ്ട് they both are homogeneous function and they both have the same degree. Therefore, this equation is a homogeneous differential equation. ഇനി അടുത്തത് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ഹോമോജീനിയസ് ഇക്വേഷൻ, ഒരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. അതിന് 4 സ്റ്റെപ്പാണുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ്, substitute y by x is equal to v or x by y is equal to v. അതായത് തന്നിരിക്കുന്ന ഇക്വേഷൻ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് വിചാരിക്കുക. dy by dx എന്ന ഫോർമാറ്റിലാണ് തന്നിരിക്കുന്നതെങ്കിൽ, അത് dy by dx is equal to some function എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ y by x is equal to v എന്ന രീതിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നാൽ ചോദ്യം തന്നിരിക്കുന്നത് ds divided by dy എന്ന ഫോർമാറ്റിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ x divided by y is equal to v എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. അതായത് നമ്മൾ y by x നെ അല്ലെങ്കിൽ x by y നെ v എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സെക്കൻഡ്, സെപ്പറേറ്റ് ദ വേരിയബിൾസ്. ഇനി വേരിയബിൾസ് എല്ലാം സെപ്പറേറ്റ് എഴുതുക. എക്സിന്റെ ടേംസ് എല്ലാം ഒരു സൈഡിൽ, വൈന്റെ ടേംസ് എല്ലാം വേറെ സൈഡിൽ എന്ന് മാറ്റി എഴുതുക. ഇനി എന്ത് ചെയ്യുക? മൂന്നാമത്തെ സ്റ്റെപ്പ്, രണ്ട് സൈഡും ഇന്റഗ്രേറ്റ് ചെയ്യുക, ഒരു കോൺസ്റ്റന്റ് കൊടുക്കുക. ഇനി ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ y by x is equal to v ആണ് കൊടുത്തെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? v is equal to y by x എന്ന് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക.
ആദ്യത്തെ ഇക്വേഷനകത്ത് നമ്മൾ എക്സ് ഡിവൈഡ് ബൈ വൈ ഇസിക്കൽ ടു വി ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെങ്കിൽ എന്ത് ചെയ്യുക, ലാസ്റ്റ് സ്റ്റെപ്പിൽ വി ഇസിക്കൽ ടു എക്സ് ഡിവൈഡ് ബൈ വൈ എന്ന് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ ഇതാണ് ഒരു പ്രോബ്ലം ചെയ്യാനുള്ള മെത്തേഡ്. ഇനി ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ടത് ഇത് എത്ര ഡിഗ്രിയുടെ, ഇതിന് സെയിം ഡിഗ്രി ആണോ എന്ന് അറിയാനായിട്ട് തന്നിരിക്കുന്ന ചോദ്യം ഇത് ഹോമോജീനിയസ് ആണോ എന്നറിയാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഡിഗ്രി സെയിം ആണെന്ന് കണ്ടുപിടിക്കാം. അതിന് നമ്മൾ ലാംഡ ഇട്ടൊന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞ തന്നെ സപ്പോസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ, ഈ ഒരു ഫംഗ്ഷൻ ഇതൊരു ഹോമോജീനിയസ്, ഫോർ എക്സാമ്പിൾ ഡി വൈ ബൈ ഡി എക്സ്, ഇതൊരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് അറിയാൻ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഈ ടേംസ് ഫുള്ള് നോക്കുക. ഈ എക്സ് വൈ എന്നുള്ള ഇതിന്റെ ഡിഗ്രി എത്രയാണ്, ഇതിന്റെ ഡിഗ്രി 2 ആണ്, ഇതിന്റെ ഡിഗ്രിയും 2 ആണ്, ഇതിന്റെ ഡിഗ്രിയും 2 ആണ്. സോ ഇതെന്താണ്, ഇതൊരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അടുത്തത് 1-2 പ്രോബ്ലം ചെയ്യാം. ഫസ്റ്റ് പ്രോബ്ലം, വിച്ച് ഓഫ് ദീസ് ഫസ്റ്റ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആർ ഹോമോജീനിയസ്? താഴെ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് ചോദ്യം. നമുക്ക് ആദ്യത്തെ എടുത്ത് നോക്കാം. dy by dx is equal to 2xy. ഇത് dy by dx is equal to phi of xy എന്ന ഫോർമാറ്റിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഡിഗ്രി എന്തായിരിക്കണം, ഇതിന്റെ ഡിഗ്രി, ഈ phi എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഡിഗ്രി എന്തായിരിക്കണം, ഷുഡ് ബി 0. ഇവിടെ നോക്കാം, 2xy, എക്സിന്റെ ഒരു ഡിഗ്രി, വൈന്റെ വേറൊരു ഡിഗ്രി, സോ ടോട്ടൽ ഡിഗ്രി 2 ആണ്. അപ്പൊ ഇതെന്തല്ല, ഇതൊരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ല. രണ്ടാമത്തെ ചോദ്യം നോക്കാം, y dy by dx is equal to 2x. ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഐ ക്യാൻ റൈറ്റ് dy by dx is equal to 2x divided by y. ഇവിടെ ന്യൂമറേറ്ററും ഉണ്ട് ഡിനോമിനേറ്ററും ഉണ്ട്. അപ്പോൾ ന്യൂമറേറ്ററിൽ ഉള്ളത് എന്തായിരിക്കണം, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും രണ്ടും എന്തായിരിക്കണം, ഒരു ഹോമോജീനിയസ് ഫംഗ്ഷൻ ആയിരിക്കണം. അതിന്റെ രണ്ടിന്റെയും ഡിഗ്രി സെയിം ആയിരിക്കണം. അപ്പോൾ ഇത് എക്സും വൈയും രണ്ടും ഒരു ഹോമോജീനിയസ് ഫംഗ്ഷൻ ആണ്. ഇതിന്റെ ഡിഗ്രി 1 ആണ്, വൈന്റെ ഡിഗ്രി 1 ആണ്, ഡിഗ്രി സെയിം ആണ്. അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ എന്താണ്, ഈ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അടുത്ത നോക്കാം, dy by dx is equal to 3x square plus y square divided by xy. അപ്പൊ നമുക്ക് ന്യൂമറേറ്ററിലുള്ള ഫംഗ്ഷന്റെ ഡിഗ്രി എത്രയാണെന്ന് നോക്കാം. അതൊരു ഹോമോജീനിയസ് ആണെന്ന് നോക്കാം. തന്നിരിക്കുന്നത് 3x square plus y square എന്നാണ്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷനകത്ത് 2 ടേം ആണുള്ളത്, ഒന്ന് x സ്ക്വയറിന്റെയും ഒന്ന് y സ്ക്വയറിന്റെയും. രണ്ടിന്റെയും ഡിഗ്രി സെയിം ആണ്, 2 2. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഈസ് എ ഹോമോജീനിയസ് ഫംഗ്ഷൻ ഓഫ് ഡിഗ്രി 2. അപ്പൊ ന്യൂമറേറ്ററിൽ ഉള്ള ഹോമോജീനിയസ് ഇക്വേഷന്റെ ഡിഗ്രി 2 ആണ്. ഇനി ഡിനോമിനേറ്റർ സൈഡ് നോക്കാം, ഇത് xy. അപ്പൊ ഇതിന്റെ ഡിഗ്രി എത്രയാണ്, ഇതിന്റെ ഡിഗ്രിയും 2 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ dy by dx is equal to 3x square plus y square by xy എന്താണ്, അതും ഒരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. രണ്ടാമത്തെ ചോദ്യം, x square by dx minus x cube plus y cube dy is equal to 0. ഇപ്പൊ ഈ തന്നിരിക്കുന്നത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇതിന്റെ സൊല്യൂഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഇത് തന്നിരിക്കുന്നത് ഹോമോജീനിയസ് ആണോ ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ dxന്റെ കൂടെ വന്നിരിക്കുന്ന ടേംസ് നോക്കുക. ഇതിന്റെ ഡിഗ്രി 3 ആണ്. ഡിവൈന്റെ കൂടെ വന്നിരിക്കുന്ന ടേംസ് നോക്കുക. ഇതിന്റെ ഡിഗ്രി 3 ആണ്. അപ്പൊ ഇതൊരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇനി നമുക്ക് ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം, യു ക്യാൻ റൈറ്റ് dy by dx is equal to x square y by x cube plus y cube. തന്നിരിക്കുന്ന dv by dx ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, y by x is equal to v എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് y is equal to vx. പിന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, dy by dx equal to v plus x into dv by dx എന്ന് കിട്ടും. ദാറ്റ് ഈസ് dy by dx എന്ന് പറയുന്നത് v plus x dv by dx ആണ്. ഇനി നമുക്ക് ഇതിനെ എങ്ങോട്ട് എന്ത് ചെയ്യാം, ഈ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Therefore I get
v plus x dv by dx equal to x square into y. y എന്ന് പറഞ്ഞാൽ എന്താണ്? y എന്ന് പറഞ്ഞാൽ vx ആണ്. So I can write vx divided by x cube plus y cube. y cube എന്ന് പറഞ്ഞാൽ v cube into x cube. അപ്പോൾ ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ എനിക്ക് എന്ത് ചെയ്യാം? ഈ റൈറ്റ് ഹാൻഡ് സൈഡിനെ എനിക്ക് എക്സ് ക്യൂബ് വെളിയിലെടുക്കാം. ന്യൂമറേറ്ററിൽ നിന്നും എക്സ് ക്യൂബും ഡിനോമിനേറ്ററിൽ നിന്നും എനിക്ക് എക്സ് ക്യൂബ് വെളിയിലെടുക്കാം. Therefore I get v divided by 1 plus v cube. Again I can write x dv by dx equal to v divided by 1 plus v cube minus v. ഓക്കെ, ഈ ഒരു v റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നു. ഇതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് എങ്ങനെ എഴുതാം? v minus v raised to 4 divided by 1 plus v cube. അപ്പോൾ ഈ വിയും കട്ടായി പോകും. എന്ത് കിട്ടും? മൈനസ് v raised to 4 divided by 1 plus v cube എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? സോ ഇക്വേഷൻ ഒന്നും കൂടെ എഴുതാം. ഐ ക്യാൻ റൈറ്റ് x into dv by dx equal to minus v raised to 4 divided by 1 plus v cube എന്ന് കിട്ടും. ഇനി ഇതിനെ വേരിയബിൾസ് സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. ഇപ്പൊ എങ്ങനെ കിട്ടും? വി ഗെറ്റ് 1 plus v cube by minus v raised to 4 dv is equal to dx by x. അപ്പോൾ ഈ മൈനസ് വി റേസ് ടു 4 എന്നുള്ളത് ഞാൻ ഈ മൈനസ് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. മൈനസ് ഡി എക്സ് ബൈ എക്സ്. നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുക. സോ ഇതിനെ ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യാം. വി റേസ് ടു മൈനസ് 4 പ്ലസ് വി റേസ് ടു മൈനസ് 1 dv is equal to minus dx by x. ഇതിനെ ഇന്റഗ്രേഷൻ നടത്താം. സോ വി റേസ് ടു മൈനസ് 4 ഇപ്പൊ എന്ത് കിട്ടും? വി റേസ് ടു മൈനസ് 3 ഡിവൈഡ് ബൈ മൈനസ് 3 പ്ലസ്, അപ്പം വി റേസ് ടു മൈനസ് 1 എന്ന് വെച്ചാൽ 1 ബൈ വി ആണ്. 1 ബൈ വിന്റെ എനിക്ക് ലോഗ് വി എന്ന് എഴുതാൻ പറ്റും. ഇസ് ഈക്വൽ ടു മൈനസ് 1 ബൈ എക്സിന്റെ ഇന്റഗ്രേഷൻ ആണ്. ഐ ക്യാൻ റൈറ്റ് മൈനസ് ലോഗ് എക്സ് പ്ലസ് കോൺസ്റ്റന്റ് എന്ന് എനിക്ക് എഴുതാൻ പറ്റും. ഇനി ഇവിടെ v is equal to y by x എന്ന് നമ്മൾ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. y by x raised to minus 3 divided by minus 3 plus log y by x is equal to minus log x plus c. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അടുത്തത് മൂന്നാമത്തെ പ്രോബ്ലം. y square minus xy dx plus x square dy is equal to 0. ഇപ്പൊ തന്നിരിക്കുന്ന ചോദ്യം ഹോമോജീനിയസ് ആണ്. ഇതിന്റെ ഡിഗ്രി 2 ആണ്, ഇതിന്റെയും ഡിഗ്രി 2 ആണ്. അപ്പൊ ഇതിനെ ഞാൻ ആദ്യം dy by dx എന്ന ഫോമിലേക്ക് മാറ്റുകയാണ്. സോ dy by dx equal to xy minus y square divided by x square എന്ന് കിട്ടും. അപ്പോൾ തന്നിരിക്കുന്നത് dy by dx ആയതുകൊണ്ട് ഞാൻ y by x ആണ് v ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ ഇക്വേഷനിലേക്ക് y by x എന്ന ടേം കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ കംപ്ലീറ്റ് ടേമിനെ എക്സ് സ്ക്വയർ വെച്ച് ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? dy by dx is equal to xy നെ കംപ്ലീറ്റ് എക്സ് സ്ക്വയർ വെച്ച് ഡിവൈഡ് ചെയ്യാണ്. സോ ഐ ഗെറ്റ് y by x minus y square by s square divided by 1 എന്ന് കിട്ടും. y is equal to vx ആണ്. സോ dy by dx is equal to v plus x into dv by dx എന്ന് കിട്ടും. സോ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോയാണ്. ഈ dy by dx ഉം y by x ഉം ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോയാണ്. സോ ഐ ഗെറ്റ് v plus x into dv by dx is equal to v minus v square എന്ന് കിട്ടും. ഓക്കെ,
ഇനി ഈ വിയും ക്യാൻസൽ ആവും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? x into dv by dx is equal to minus v square എന്ന് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യുക? വേരിയബിൾസ് സെപ്പറേറ്റ് ചെയ്ത് എഴുതുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 1 by minus v square dv is equal to dx by x എന്ന് കിട്ടും. അപ്പൊ നമ്മൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക, ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. സോ ഐ ഗെറ്റ് v inverse is equal to log x plus c എന്നാണ് നമ്മൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ v inverse എന്ന് വെച്ചാൽ എന്താണ്? x by y ആണ്. Therefore answer is x by y is equal to log x plus c. ഇതാണ് ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, x square minus y square dx plus 2xy dy is equal to 0. അപ്പോൾ ഇതും ഒരു ഹോമോജീനിയസ് ഇക്വേഷൻ ആണ്. ഇതിന്റെ സൊല്യൂഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിനെ ആദ്യം എന്ത് ചെയ്യുക? dy by dx is equal to y square minus x square divided by 2xy എന്ന് എഴുതുക. ഇനി dy by dx ആണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് എന്താണ്? y by x is equal to v എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഇക്വേഷനിൽ തന്നെ, ഈ തന്നിരിക്കുന്ന ഇക്വേഷനിൽ തന്നെ y by x ടൈം കൊണ്ടുവരാൻ പറ്റും നോക്കാം. അതിന് നമ്മൾ എന്ത് ചെയ്യുക? ത്രൂ ഔട്ട് വീണ്ടും x സ്ക്വയർ വെച്ച് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? dy by dx is equal to y square by s square minus 1 divided by 2 y by x എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ dy by dx വരും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. y is equal to vx ആണ്. therefore dy by dx എന്ന് പറയുന്നത് v plus x into dv by dx ആണ്. ഇത് നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിരിക്കേണ്ട കാര്യമാണ്. ഓക്കെ, സോ ഐ ഗെറ്റ് v plus x into dv by dx is equal to v square minus 1 divided by 2 times v. അപ്പോൾ ഈ v എന്ത് ചെയ്യുക? റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുക്കുക. സോ ഐ ഗെറ്റ് v square minus 1 divided by 2v minus v. ഇത് എന്ത് കിട്ടും? ഇത് സോൾവ് ചെയ്യാൻ നമുക്ക് കിട്ടും v square minus 1 minus 2v square divided by 2v is equal to, ഇത് നമുക്ക് minus 1 v square divided by 2v എന്ന് കിട്ടും. ഓക്കെ, നമ്മൾ വീണ്ടും എഴുതാം. x into dv by dx is equal to minus 1 plus v square divided by 2v. നമുക്ക് വേരിയബിൾസ് സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. സോ ഐ ഗെറ്റ് 2v divided by 1 plus v square is equal to minus dx by x എന്ന് കിട്ടും. നമ്മൾ എന്ത് ചെയ്യുക? ഇനി നമ്മൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. സോ ഐ ഗെറ്റ് log 1 plus v square is equal to minus log x plus log c എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ 2v divided by 1 plus v square ഇന്റഗ്രേഷൻ ആണ് ഈ പറഞ്ഞ log 1 plus v square എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിനെ എക്സ്പോണൻഷ്യൽ എടുക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1 plus v square is equal to c by x എന്ന് കിട്ടും. v square എന്ന് പറഞ്ഞാൽ എന്താണ്? 1 plus y square by s square എന്നാണ് is equal to c by x. ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? I can write s square plus y square is equal to x into c എന്ന് എഴുതാൻ പറ്റും. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്.